വഖഫ് നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ എന്നൊരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. വലിയ രാഷ്ട്രീയ ചർച്ചകൾക്ക് വിധേയമായ വലിയ പൊളിറ്റിക്കൽ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കൊക്കെ കാരണമായ ഒരു ഭേദഗതിയായിരുന്നു അത്. വഖഫ് നിയമ ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ എന്ന പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരികയാണ്. ബൽറാം നെടുങ്ങാടി ആ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു. ബൽറാം, സുപ്രീം കോടതി ഇടക്കാല വിധി അതിനിർണായകമാണ്. ഭാഗിക സ്റ്റേ എന്ന് പറയുമ്പോൾ ആ ഭേദഗതിയുടെ ഏതൊക്കെ ഭാഗത്തിനാണ് മുന്നോട്ടേക്കുള്ള പ്രതിസന്ധിയിലാവുന്നത്? ബൽറാം. ഹഷ്മി, ഈ ഘട്ടത്തിൽ ഇപ്പോൾ സുപ്രീം കോടതി ഈ ഇടക്കാല ഉത്തരവാണ് ഈ വിഷയത്തിൽ വഖഫ് നിയമ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഉള്ള ഹർജികളിൽ ഇപ്പോൾ പ്രസ്താവിക്കുന്നത്. എന്തായാലും വഖഫ് നിയമത്തിൽ ഭാഗികമായ സ്റ്റേ, ഭേദഗതിക്ക് ഭാഗിക സ്റ്റേ ആണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. പൂർണ്ണമായ വിധി വരുന്നതേയുള്ളൂ, ഇടക്കാല ഉത്തരവ് പുറത്തിറങ്ങുന്നതേ ഉള്ളൂ. ഈ വിഷയത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭരണഘടനാ സാധുതയെ തന്നെ ചോദ്യം ചെയ്യപ്പെട്ടുള്ള ഹർജിയാണ് സുപ്രീം കോടതിക്ക് മുന്നിലുള്ളത്. അതിൽ ഈ നിയമത്തിലെ ചില വകുപ്പുകൾക്ക്, ചില വ്യവസ്ഥകൾക്ക് സ്റ്റേ അനുവദിക്കണം എന്നുള്ള ആവശ്യമാണ് സുപ്രീം കോടതിയിൽ ഇന്ന് വിധി പറയുന്നത്. അതിലാണ് ഈ വഖഫ് നിയമത്തിന് എന്തായാലും പൂർണ്ണ സ്റ്റേ അനുവദിച്ചിട്ടില്ല, ഭാഗികമായ സ്റ്റേ ആണ് സുപ്രീം കോടതി അനുവദിച്ചിരിക്കുന്നത്. പ്രധാനമായും ഹർജിക്കാർ ഈ വിഷയത്തിൽ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന ഒരു വിഷയം എന്നുള്ളത് ഭരണഘടനാ വിരുദ്ധമാണ് ഈ ബില്ല് എന്നുള്ളതായിരുന്നു. കാരണം ഇതിൽ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്നതും കൂടാതെ ഈ വഖഫ് എന്നുള്ളത് മതപരമായ ഒരു അനുഷ്ഠാനമാണ്, അതിനെ നിയന്ത്രിക്കുക എന്നുള്ളത് അത് മതസ്വാതന്ത്ര്യത്തിന് എതിരായ ഒരു നടപടിയായി മാറും എന്നുള്ള കാര്യമായിരുന്നു ഹർജിക്കാർ സുപ്രീം കോടതിയിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് വാദത്തിന്റെ ഘട്ടത്തിൽ. അതുകൊണ്ട് തന്നെ ഇതിലെ ഈ വിവാദപരമായ വ്യവസ്ഥകൾ അന്യമതസ്ഥരെ ഉൾപ്പെടുത്തുന്നതും ഒപ്പം തന്നെ ഈ വഖഫ് മറ്റ് വഖഫ് സ്വത്തുക്കളുടെ നടപടികളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ സ്റ്റേ അനുവദിക്കണം എന്നുള്ളതായിരുന്നു ആവശ്യം. ഈ കാര്യങ്ങൾ പരിഗണിച്ചുകൊണ്ടാണ് സുപ്രീം കോടതി കഴിഞ്ഞ മെയ് 22-ന് വാദം പൂർത്തിയാക്കുകയും തുടർന്ന് ഈ വിഷയത്തിൽ ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കാൻ നിശ്ചയിച്ചതും. ആ ഇടക്കാല ഉത്തരവാണ് ഇന്ന് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ചീഫ് ജസ്റ്റിസ് BR ഗവായ് അധ്യക്ഷനായ ബെഞ്ചിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. വഖഫ് നിയമ ഭേദഗതിക്ക് താൽക്കാലികമായ ഒരു സ്റ്റേ ആണ്, ഭാഗികമായ ഒരു സ്റ്റേ ആണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. എന്തായാലും നിയമത്തെ സ്റ്റേ സുപ്രീം കോടതി അനുവദിച്ചിട്ടില്ല, ഭാഗികമായ ഒരു സ്റ്റേ മാത്രമാണ് സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഈ വഖഫ് നിയമവുമായി ബന്ധപ്പെട്ട് ഈ ഉദ്യോഗസ്ഥർക്ക്, സർക്കാർ നിശ്ചയിക്കുന്ന ഉദ്യോഗസ്ഥർക്ക് ഈ കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കാം എന്നുള്ള വ്യവസ്ഥ, ആ കാര്യം സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. ഈ ഇടക്കാല ഉത്തരവ് ഇപ്പോൾ സുപ്രീം കോടതി പുറപ്പെടുവിക്കുകയാണ്. പൂർണ്ണമായ വിധി പ്രസ്താവം അല്പസമയത്തിനകം തന്നെ ലഭ്യമാകും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.